നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്ക്കുന്നത് പട്ടുപാവാടയുടെ ബ്ലൗസാണ്. അതിന് ഞാൻ 1/2 മീറ്റർ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്. സ്കേർട്ടിന് ബാക്കി വന്ന തുണി വെച്ചാണ് തയ്ക്കുന്നത്. സ്കേർട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സ്ലീവ് ഇല്ലാതെയാണ് ഈ ബ്ലൗസ് തയ്ക്കുന്നത്. എന്നാൽ നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ 1/2 മീറ്റർ തുണിയാണ് ലൈനിങ്ങിൻ്റെ എടുത്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ഒരു പ്രാവശ്യം. എന്നിട്ട് ഇതൊന്നുകൂടെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ബ്ലൗസിൻ്റെ അളവുകളാണ്. അത് ചില കുട്ടികൾക്ക് കുറച്ച് വണ്ണധികമൊക്കെ ഉണ്ടാകും, അപ്പോൾ വ്യത്യാസം ഉണ്ടാകാൻ മതി. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് 13 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. നമുക്ക് ലെങ്ത്ത് ഇവിടെ അടയാളപ്പെടുത്താം. ലെങ്ത്ത് ഇവിടെ 13 ഇഞ്ച്. ഇതാ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ 13 ഇഞ്ച് എനിക്ക് തയ്യൽ തുമ്പിന് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. 12 ഇഞ്ച് മതി ബ്ലൗസിൻ്റെ അളവ്. അപ്പോൾ 1 ഇഞ്ച് ഞാൻ അധികം ഇട്ടതാണ്. ഷോൾഡർ 5.5 എടുക്കുന്നുണ്ട്. ആം ഹോളും 5.5 തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5.5 എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. ചെസ്റ്റ് വണ്ണം 12 ആണ് എനിക്ക് വേണ്ടത്, അപ്പോൾ 6 എടുക്കുന്നുണ്ട്. ഇവിടെ താഴത്തെ വണ്ണം 5.25 എടുക്കുന്നത്. ഇവിടെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടുന്നുണ്ട്. ഇവിടെ അതേപോലെ തന്നെ. പിന്നെ ഇവിടെ നമ്മളെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വരയ്ക്കുക. എന്നിട്ട് ഇത് തമ്മിൽ യോജിപ്പിക്കുക. നെക്ക് വിഡ്ത്ത് 2.5 എടുക്കുന്നത്. ലെങ്ത്ത് ഞാൻ 3.5 എടുക്കുന്നുണ്ട്. ഇത് ബാക്ക് നെക്കാണ്. നെക്ക് വേണമെങ്കിൽ ക്യാൻവാസിൽ ചെയ്യാം കേട്ടോ. അത് ഞാൻ പിന്നെ എല്ലാവർക്കും ക്യാൻവാസൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. നമുക്കിതിലെങ്ങനെ വെട്ടിയെടുക്കുക. ഇവിടെ ഞാൻ 1/4 ഇഞ്ച് ഷോൾഡറിന് ഇവിടെ നിന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ സ്കേർട്ടിൻ്റെ പീസിലേക്ക് വെട്ടാം. അപ്പോൾ ഇത് ഫ്രണ്ട് കഴുത്താണ്. ഇനി ബാക്ക് കഴുത്ത് നമുക്കൊന്നും കൂടെ ഇവിടെ കുഴിച്ച് വെട്ടാം. ബാക്ക് കഴുത്തിന് ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത്. വി ആക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു ഷേപ്പിലാണ് ബാക്ക് കഴുത്ത് വെട്ടുന്നത്. ഇവിടെ 7 ഇഞ്ച് എടുത്തിട്ട് ഇതിലെങ്ങനെ ഒന്ന് വളച്ച് കൊടുത്തിട്ട് ഞാൻ എന്താ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ലൈനിങ് വെട്ടിയത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇവിടെ പിൻകുത്തി വെച്ചാൽ മതി, എന്നാൽ നീങ്ങി പോകില്ല. ഇനി ഇതേപോലെ ഫ്രണ്ട് പീസും വെട്ടിയെടുക്കുക. 2 പീസും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ബാക്കിൽ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ഈ കഴുത്തും ഇതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് നല്ല ഭാഗം ഉള്ളിലാക്കിയിട്ട് വെക്കണം. ലൈനിങ്ങിൻ്റെ അടുത്തേക്ക് നല്ല തുണീൻ്റെ നല്ല ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് പിൻകുത്തി വെച്ചതാണ്, ഇളകി പോകാതിരിക്കാൻ. ഇനി 4 ഇഞ്ച് വിട്ടിട്ട് കഴുത്തിൻ്റെ ഇതിലെങ്ങനെ ചുറ്റും 2 ആം ഹോളും താഴെ ഭാഗവും കൂടെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിലെങ്ങനെ ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആം ഹോൾ അടിച്ച് താഴെ ഭാഗം അങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചുരിദാറിനൊക്കെ വെട്ടുന്ന വഴി തന്നെ ഈ അടി വെട്ടിപ്പോകരുത്. നമ്മൾ തയ്ച്ച് വെച്ചത് വെട്ടിപ്പോകരുത്. അല്ലാതെ അതിൻ്റെ അടുത്ത് വരെ വെട്ടിയിട്ട് ചെറിയ വെട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ വെട്ടിക്കൊടുത്താൽ തിരിച്ചിടുമ്പോൾ അത് നല്ല ഈ ഷേപ്പ് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചെറിയ വെട്ടുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ ഉള്ളിൽ കൂടി എടുത്താൽ മതി. നമ്മളിതാ ബാക്ക് പീസ് കഴുത്തെല്ലാം അടിച്ച് ഷോൾഡറൊക്കെ അങ്ങനെയാകുമ്പോൾ എളുപ്പത്തിൽ അടിച്ച് കഴിയും.
ഇതാ താഴെ ഭാഗവും. ഇനി ഇതിൻ്റെ മേലെ കൂടെ ഒരു പ്രസ് അടി കൊടുക്കണം, ഒന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ ബാക്ക് പീസിൻ്റെ നെക്കൊക്കെ ആയി. ഇനി നമുക്ക് ഇത് നിങ്ങൾ അടിക്കുമ്പോൾ ഇതാ ഷോൾഡർ കൂട്ടി അടിക്കരുത്. ആം ഹോളും കഴുത്തും താഴ്ഭാഗവും മാത്രമേ അടിക്കാവുള്ളൂ, എന്നാലേ മറിച്ചിടാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ നമുക്ക് പ്രസ് അടി അടിച്ച് എടുക്കാം. അപ്പോൾ എല്ലാം പ്രസ് അടിയൊക്കെ അടിച്ച് കഴിഞ്ഞ് ഈ താഴ്ഭാഗം ഞാൻ അടിക്കുമ്പോൾ ഇതാ അവിടെ ഒരു 1/2 ഇഞ്ചിൽ മുകളിലേക്ക് ഒരു അടി വെറുതെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബാക്ക് ഭാഗം നമ്മൾ താഴെ മടക്കി അടിക്കുന്നതിന് പകരമായിട്ട് ഒന്ന് അടിച്ചെന്നേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ ഫ്രണ്ടും അടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ 2 പീസും അടിച്ചു കഴിഞ്ഞ് നമുക്ക് ഈ ബാക്ക് പീസിന് ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കണം. അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഇതിലങ്ങനെ ഇതാ ഞാൻ 3 ഇഞ്ചുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയാണുള്ളത്. അപ്പോൾ അതിങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. ഇതിലങ്ങനെ 1/4 ഇഞ്ചിൽ അടിക്കും. ഈ പീസിൻ്റെ ബാക്കി വരുന്നത് അതും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഹൂക്ക് വെക്കാനുള്ള പീസാണ്. ഹൂക്കിൻ്റെ ഹോൾസ് വെക്കാനുള്ള ഹൂക്ക് മറ്റേ ഭാഗത്താണ് വെക്കുക. എന്നിട്ട് ഈ പീസിനെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. ഇവിടുന്ന് 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് മടക്കുക. നമ്മൾ ബ്ലൗസിനൊക്കെ തയ്ക്കുന്ന പോലുള്ള ഹോൾസ്, ഹൂക്ക് ഇടാനുള്ള ഹോൾസ് പിടിപ്പിക്കാനുള്ള പട്ടയാണ്. ഈ താഴെ ഭാഗവും ഇങ്ങനെ തന്നെ മടക്കിയിട്ട് ഇവിടെയും 1/4 ഇഞ്ചിൽ ഇങ്ങനെ മടക്കി എന്നിട്ട് ഇവിടെ അങ്ങനെ കുത്തി വെച്ചിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ഇവിടെ വരെ തയ്ക്കും. ഇനി നമുക്ക് ഈ പീസിന് ഇവിടെ ഉള്ളിലേക്ക് ഒരു ലൈനിങ് കഷ്ണം വെച്ച് കൊടുക്കണം. എന്നിട്ട് അപ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ ഹൂക്ക് ഇവിടെ വെക്കുക, ഹോൾസ് ഇവിടെ വെക്കുക. അങ്ങനെ ഇവിടെ ഒരു ലൈനിങ് കഷ്ണം വെക്കുക. അതേപോലെ തന്നെ അതിലും ചെറിയൊരു കഷ്ണം മതി. ഇതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കുക. 4 ഇഞ്ചിൽ ഇവിടെ ബാക്കി വരുന്ന പീസ് അത് ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിലങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പീസ് ഫ്രണ്ട് പീസ് ഇങ്ങനെ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കാം. ഒരു 1/4 ഇഞ്ച് ഒഴിച്ചിട്ട് ഈ തുണി ഒന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പ്രസ് അടി കൊടുക്കാം. കുട്ടികൾക്കായതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ് അടി കൊടുക്കുന്നത് നല്ലതാണ്. ബ്ലൗസിന് നേരത്തെ എടുത്ത് വെച്ച വണ്ണുണ്ട് ഇവിടെ. ഇപ്പോൾ 12 ഇഞ്ചാണ് ഷോൾഡർ പറഞ്ഞത്. അപ്പോൾ 12 ഇഞ്ച് ഒഴിച്ചിട്ട് ബാക്കി 1.5 ഇഞ്ചാണ് ഇട്ടത്. അപ്പോൾ 1.5 ഇഞ്ച് വെച്ച് ഒഴിവാക്കിയിട്ട് ഇതിലെങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ 1.5 ഇഞ്ച് ഒഴിവാക്കിയിട്ട് ഇവിടെ ലൈൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും അതേപോലെ നമുക്ക് വണ്ണം അടിച്ചെടുക്കാം. ഞാനൊരു കയർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബാക്കിലൊന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കയറ് വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് ഇവിടെ ഇതേ ഒരു ബട്ടണോ എന്തേലും വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇത് ഏത് ഷേപ്പിലും വെക്കാം ഉള്ളൂ. ഇതിവിടെ അടിച്ചു കൊടുക്കുക. പിന്നെ ബ്ലൗസിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിവിടെ ഒരു ഹൂക്ക് വെച്ച് കൊടുക്കാനേ ഉള്ളൂ. 3 എണ്ണോ 4 എണ്ണോ എത്ര എണ്ണോ വേണ്ടെന്ന് വെച്ചാൽ ആവശ്യമുള്ള വെക്കാം. എന്നാൽ ബ്ലൗസിൻ്റെ പണി കഴിഞ്ഞ് ഇതിനൊരു സ്കേർട്ടും ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ബ്ലൗസിൻ്റെ സ്കേർട്ടാണിത്. സ്കേർട്ട് ഞാൻ ആദ്യം തയ്ച്ച് വെച്ചിരുന്നു. പിന്നെ ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം ഞാനിതങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൂക്ക് ഞാനിതാ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ബ്ലൗസ് ഒന്ന് തയ്ച്ച് നോക്കുക. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. നെക്കിനൊന്നും ക്യാൻവാസ് വെക്കാതെ ലൈനിങ് വെച്ചിട്ട് എളുപ്പമുള്ള രീതിയിലാണ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.